ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കൾച്ചറൽ ലൈഫ് സ്റ്റൈലിനെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എമിറേറ്റ്സ് ആണ് ദുബായ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ യാത്ര ജദ്ദാഫ് വാട്ടർ ഫ്രണ്ടിലോട്ടാണ്. ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് റാസൽ ഖോറിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടി ഒന്ന് സന്ദർശിക്കാം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ആൻഡ് ഫാമിലിയാണ്. ദുബായിലെ ദുബായ് ക്രീക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈബ്രൻ്റ് ഏരിയയാണ് ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട്. ഇതിനകത്ത് ജമീൽ ആർട്ട് സെൻറ്റർ, മോഡേൺ ആർട്ട് ഹബ്ബ്, ദുബായ് വാർഫ്, അതുകൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ട് റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയും ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹോട്ടൽസ്, പാർക്ക്, വാക്കിംഗ് ട്രാക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും അതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ വളരെ മികച്ചൊരു സ്ഥലം തന്നെയാണ് ഈ ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട്. ഡൗൺ ടൗൺ, ബിസിനസ് ബേ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നീ സ്ഥലങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നും വരുന്നില്ല. ഈ വാട്ടർ ഫ്രണ്ടിലോട്ട് പോകുന്ന ഏരിയാസും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇത്ര നേരം വിശദീകരിച്ച നമ്മളുടെ ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട്. ഞാൻ വളരെ വിശാലമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, വളരെ ചെറിയൊരു ക്ലിപ്പാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് നേരത്തെ എത്തിയിരുന്നു, ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടന്നത് ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഫോട്ടോസും കുട്ടികളുടെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. ശരിക്കും ഒരു റിലാക്സ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട്. ബ്രദറിൻ്റെ മോളായിട്ട് എൻ്റെ ചെറിയ മോൻ നല്ല കളിയായിരുന്നു. അവൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി കയറി അങ്ങനെ കളിക്കലായിരുന്നു അവൻ്റെ പണി. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റാസൽ ഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്ലെമിംഗോസിനെ കാണാം. ഇവിടെയും നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നും വരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഫ്ലെമിംഗോസിനെ കാണാവുന്നതാണ്. ഫ്ലെമിംഗോസ് അറിയാതെ രഹസ്യമായിട്ട് നമുക്ക് ഫ്ലെമിംഗോസിനെ കണ്ടിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ശരിക്കും നാടിനെ ഓർത്തുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഓല മേഞ്ഞിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. പിങ്ക് നിറത്തിലുള്ള ഒരു വെയ്ഡിങ് ബേർഡാണ് ഫ്ലെമിംഗോസ് എന്ന് പറയുന്നത്. നീണ്ട കാലുകളും കേർവ്ഡ് ആയിട്ടുള്ള കൊക്കുകളുമാണ്. അതുകൂടാതെ ഇവർ കാണപ്പെടുന്നത് വെറ്റ് ലാൻഡ്സിലും അതുപോലെ ചെളിക്കരകളിലുമാണ് ഇവ കാണപ്പെടുന്നത്. ഇവിടെ പ്രധാന ഭക്ഷണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്രിംസ്, ആൽഗകൾ, അതുപോലെ ചെറുജന്തുക്കളെയാണ് ഇവരുടെ ഭക്ഷണം. റാസൽ ഖോറിലുള്ള ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ശീതകാലത്ത്, അതായത് വിൻ്ററിൽ ധാരാളം ഗ്രേറ്റർ ഫ്ലെമിംഗോസ് വരാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെയാണ് ഈ റാസൽ ഖോറിലെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സൈഡിൽ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് തിരക്കുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. ഒരു ടൈമിൽ നമുക്ക് ഇത്ര ആൾ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ഇതിനുള്ളിൽ നിന്നിട്ട് ഫ്ലെമിംഗോസിനെ വാച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനുള്ളിലോട്ട് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7:30 തൊട്ടിട്ട് വൈകുന്നേരം 5:30 വരെയാണ്. ഫ്രൈഡേ, സാറ്റർഡേ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അകത്ത് നിന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട്. ചുറ്റിലും ഇതുപോലെ കണ്ടൽക്കാടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ഫ്ലെമിംഗോസിനെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വിൻ്ററിൽ ആരും ഫ്ലെമിംഗോസിനെ കാണുന്നത് മിസ് ചെയ്യണ്ട. UAE-ലുള്ളവർ ഫാമിലിനൊക്കെ ആയിട്ട് നേരെ വിട്ടോ റാസൽ ഖോറിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട്. അതിനകത്തുണ്ടായിരുന്ന ഒരു ബൈനോക്കുലറാണ്. ഇതിനുള്ളിലൂടെ നമ്മൾക്ക് നോക്കുമ്പോൾ ഫ്ലെമിംഗോസിനൊക്കെ ഒന്ന് അടുത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും മറക്കണ്ട, ഈ വീക്കെൻഡ് നിങ്ങൾ റാസൽ ഖോറിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്ന് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.